ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര നാളിത് താങ്ങാനാവും എന്നെനിക്കറിയില്ല. ഒരു സമൂഹം മുഴുവൻ എന്നെ എതിർക്കുന്ന സമയമുണ്ടായിട്ടുണ്ട്. കടബാധ്യതകളിൽ ഞാൻ വീണുപോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇങ്ങനെ ഒരു ചാട്ടുളി പോലെ എൻ്റെ നെഞ്ചിനകത്തേക്ക് തറച്ചു കയറാൻ സാധിച്ചിട്ടില്ല. ഞാൻ എന്നെങ്കിലും വരും. വരുമ്പോഴെങ്കിലും നിത്യയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവട്ടെ. സ്നേഹത്തോടെ, ഹരി. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഈ നിമിഷങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടതും. അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണിത്. പക്ഷെ അത് ആരോടെങ്കിലും ഒന്ന് പറയാനോ ഒരു നിമിഷം ഒന്ന് സന്തോഷിക്കാനോ ആവുന്നില്ലല്ലോ നമുക്ക്. ഏതെങ്കിലും വിധത്തിൽ ഈ കാര്യം ജീവൻ അറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. കൊല്ലാൻ തന്നെയായിരിക്കും അവൻ തീരുമാനിക്കുക. എന്താ ചെയ്യേണ്ടെന്ന് അമ്മ പറയേ. മോളെ, ഈ ഗതികേടിൽ നിന്നും പുറത്തു വരുന്നത് വരെ ഇതെല്ലാവരുടെയും മുൻപിൽ രഹസ്യമാക്കി തന്നെ വെക്ക. അമ്മേ, ഹരിയോട് പറയണ്ടേ? അതും വേണോന്ന് ആലോചിക്കണം മോളെ. ഹരിയോ അമ്മാവനോ ഇപ്പൊ ഈ കാര്യം അറിഞ്ഞാൽ വഴക്കൊക്കെ മറന്ന് അവര് നിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് മതി ജീവന് സംശയം ഉണ്ടാവാൻ. ഹരിയുടെ കൂടെ നീ ജീവിക്കുന്നത് പൊറുക്കാത്തവനാണവൻ. അപ്പൊ നീ ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞ അത് മാത്രമല്ല മോളെ, നിനക്കെതിരെ ഒരു കേസ് കൊടുക്കാനുള്ള അവകാശം അവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ അവസ്ഥയിൽ കോടതി മുറിയിൽ പോയി നിൽക്കേണ്ടി വരില്ലേ നീ? ആളുകള് നിന്നെ നോക്കി പരിഹസിക്കില്ലേ? അതെങ്ങനെയാ മോളെ നീ സഹിക്കുക? അമ്മ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഈ കാര്യം ഹരിയോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ അമ്മേ. ജീവന്റെ ഭീഷണി കേട്ട് ഹരിയോട് സംസാരിക്കുന്നത് പോലും ഞാൻ ഒഴിവാക്കി. ഹരി അതിന്റെ സങ്കടത്തില. ആ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരണം. ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു എന്നതിന്റെ സന്തോഷം ഞങ്ങൾക്കൊന്നിച്ച് അനുഭവിക്കണം അമ്മേ. അങ്ങനെയാണ് മോളുടെ തീരുമാനമെങ്കിൽ ഞാനിനി എതിർക്കുന്നില്ല. പക്ഷേ മോള് ഹരിയോട് പറയണം, കേസോ അന്വേഷണമോ ഒന്ന് മുറുകി ജീവന്റെ ശല്യം അവസാനിക്കുന്നത് വരെ ജീവന്റെ അടുത്ത് നമ്മൾ ആരും ഇത് പറയില്ലെന്ന്. പറയാം. അമ്മ കൂടി ഹരിയെ അത് ഓർമ്മിപ്പിച്ചാ മതി. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു കുഞ്ഞ് പിറന്ന് അതിനെ കാണണമെന്ന്. അച്ഛനതിന് യോഗം ഉണ്ടായില്ല. യോഗം കൊടുത്തില്ല. കൊന്നു കളഞ്ഞില്ലേ? അമ്മേ, ജീവനിപ്പോ ഓഫീസിലായിരിക്കും. ഇപ്പൊ ചെന്ന് ഹരിയെ കാണും. പോകുമ്പോ എന്തെങ്കിലും മധുരം വാങ്ങാം. നല്ലൊരു വാർത്തയല്ലേ പറയാൻ പോകുന്നത്. ഇത്രയും കാലം ഞാൻ അമ്മയ്ക്കൊരു ഭാരമായിരുന്നു. ഇനി അമ്മയുടെ ഭാരം ഒന്നുകൂടി കൂടുമല്ലേ? ഇതെനിക്കൊരു ഭാരമാണോ മോളെ? ഇത് അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായെങ്കിലും ഇപ്പോഴും ഞാനും നീയും പിരിഞ്ഞില്ലല്ലോ. ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ നമ്മൾ രണ്ടാളും. ദൈവം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണത്. ദൈവമുണ്ട് നമ്മുടെ കൂടെ. വാ മോളെ. അമ്മേ, ഞാൻ ഹരിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ശരി, പോയിട്ടോ.
കാര്യം ചെയ്യ മോളൊന്ന് വിളിച്ചു നോക്ക്. அம்மா அம்மா நீங்க எங்க இருந்தம்மா? രാമകൃഷ്ണേട്ടനും ഹരിയും ഒക്കെ എവിടെ? அவரு கொஞ்சம் முன்னாடி இங்க இருந்து போயிடுச்சம்மா. நித்யாമ്മയ്ക്ക് കൊടുക്കാൻ ഹരി സാർ ഒരു ലെറ്റർ തന്നിച്ചു. നിത്യ, ഞാനൊരു യാത്ര പോവുകയാണ്. അമ്മാവനോട് കൂടെ. ഒളിച്ചോട്ടമൊന്നുമല്ല. പക്ഷേ മനസ്സിന് വല്ലാതെ ഭാരം കൂടിയിരിക്കുന്നു. അടുത്തുണ്ടായിട്ടും താൻ അകന്നു നിൽക്കുമ്പോൾ ആ ഭാരം കൂടി കൂടി വരിക. എത്ര നാളിത് താങ്ങാനാവും എന്നെനിക്കറിയില്ല. ഒരു സമൂഹം മുഴുവൻ എന്നെ എതിർക്കുന്ന സമയമുണ്ടായിട്ടുണ്ട്. കടബാധ്യതകളിൽ ഞാൻ വീണുപോയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഇങ്ങനെ ഒരു ചാട്ടുളി പോലെ എൻ്റെ നെഞ്ചിനകത്തേക്ക് തറച്ചു കയറാൻ സാധിച്ചിട്ടില്ല. ഞാൻ എന്നെങ്കിലും വരും. വരുമ്പോഴെങ്കിലും നിത്യയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവട്ടെ. സ്നേഹത്തോടെ, ഹരി. എന്താ മോളെ? എന്താ അമ്മ ഇതൊക്കെ? ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള വാർത്ത ഹരിയെ അറിയിക്കാനല്ലേ ഞാൻ ഓടി വന്നത്. ഞങ്ങൾ അച്ഛനും അമ്മയാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത. മുരുക, അമ്മ. ഞങ്ങള് ഡോക്ടറുടെ അടുത്തുനിന്നാ വരുന്നത്. നിത്യ പ്രഗ്നന്റാ. കടവുളെ. മോളെ ഹരിയെ വിളിക്ക്. അവൻ ദൂരേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അമ്മ കൂപ്പിടമ്മ, കൂപ്പിട്. കൊഞ്ചം മുന്നാടി താൻ പോയിരിക്കേ. The person you are calling is not answering. Please call again later. മാ